മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. ബലാത്സംഗമല്ല, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് ജില്ലാ കോടതിയിലും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. മൂന്നാം ബലാത്സംഗ കേസിൽ മാങ്കുടത്തിൽ ജയിലിലായിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജനുവരി 28-ന് വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. ജാമ്യാപേക്ഷയിൽ ജനുവരി 28-ന് വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. റിമാൻഡ് നീട്ടാൻ SIT അപേക്ഷ നൽകിയിരിക്കുകയാണ്. മൂന്നാം ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കുടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി 28-ന് പറയും. അതുപോലെ തന്നെ റിമാൻഡ് നീട്ടാൻ പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ വിധി 28-ന് ജനുവരി 28-ന് ജാമ്യാപേക്ഷയിൽ വിധി പറയുമെന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ബലാത്സംഗമല്ല, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് ജില്ലാ കോടതിയിലും രാഹുലിന്റെ അഭിഭാഷകൻ വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൂന്നാം ബലാത്സംഗ കേസിൽ മാങ്കുടത്തിൽ ജയിലിലായിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. ഇപ്പോൾ മൂന്നാം ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കുടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജനുവരി 28-ന് വിധി പറയും. ബലാത്സംഗമല്ല, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് എന്നാണ് ജില്ലാ കോടതിയിലും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. മൂന്നാം ബലാത്സംഗ കേസിൽ മാങ്കുടത്തിൽ ജയിലിലായിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. ഈ ഒരു കേസിൽ ഇപ്പോൾ പ്രതിഭാഗം പുതിയ ശബ്ദരേഖയടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. രാഹുലിന്റെ റിമാൻഡ് നീട്ടാനടക്കം പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കുടത്തിലെ മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജനുവരി 28-ന് വിധി പറയും. രാഹുലിന്റെ റിമാൻഡ് നീട്ടാൻ SIT അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രതിഭാഗം പുതിയ ശബ്ദരേഖ അടക്കം ഹാജരാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ശബ്ദരേഖ എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. പ്രതിഭാഗം എന്തായാലും ഇപ്പോൾ പുതിയ ശബ്ദരേഖ അടക്കം കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. പരാതിക്കാരിയും രാഹുലും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ശബ്ദരേഖ എന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുകയുണ്ടായി. എന്നാലും രാഹുൽ മാങ്കുടത്തിലെ മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിന്റെ ജാമ്യ ഹർജിയിൽ ജനുവരി 28-നായിരിക്കും പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി വിധി പറയുക. ഈ ഒരു പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും പുതിയ ശബ്ദരേഖ അടക്കം ഈ ഒരു കേസിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പരാതിക്കാരിയും രാഹുൽ മാങ്കുടത്തിൽ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ശബ്ദരേഖ എന്നതാണ് പ്രതിഭാഗം വാദിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ ഒരു പുതിയ തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്തിമ തീരുമാനം എടുക്കാൻ ഈ ഒരു രാഹുൽ മാങ്കുടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാനായി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ജനുവരി 28-ലേക്ക് മാറ്റിയിരിക്കുന്നത്. പുതിയ തെളിവുകളെല്ലാം ഹാജരാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്തിമ തീരുമാനം എടുക്കാനായി ഈ ഒരു കേസ് നീട്ടിയിരിക്കുന്നത്. പുതിയ തെളിവിന്റെ ആധികാരികതയും പശ്ചാത്തലവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിലെ മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് ജനുവരി 28-ലേക്ക് മാറ്റിയിരിക്കുന്നത്. പ്രതിഭാഗം പുതിയ ശബ്ദരേഖയടക്കം പുതിയ തെളിവുകളടക്കം ഹാജരാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയൊരു തെളിവുകളെല്ലാം ഹാജരാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ രഞ്ജിൽ രാജ് ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിൽ, ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിന്റെ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യാപേക്ഷ ഇന്ന് വിധി ഇന്ന് പറയുമെന്നതായിരുന്നു. എന്നാൽ അത് 28-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതിഭാഗം ഈ ഒരു ശബ്ദരേഖ അടക്കം ഹാജരാക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ അതുമായി വിശദമായ ആധികാരികത അടക്കം പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ദീപ്തി, നേരത്തെ വാദം പൂർത്തിയായ ഒരു കേസാണ് ഇന്ന് വിധി പറയുമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കേസ് ഇനിയിപ്പോൾ 28-ന് വിധി പറയുമെന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തിന്റെയും ഭാഗത്തു നിന്ന് ഹാജരാക്കിയ തെളിവുകളുടെ ഒക്കെ തന്നെ വിശദമായ വാദം പൂർത്തിയായതാണ്. പക്ഷെ ഇന്ന് പുതിയതായൊരു തെളിവ് കൂടി പ്രതിഭാഗം ഹാജരാക്കി. അത് ഒരു ശബ്ദരേഖയാണ്. ഈ പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഒരു ശബ്ദരേഖയാണ് പുതിയതായി തെളിവായിട്ട് പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ആ ശബ്ദരേഖയിൽ നേരത്തെ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റും ഉന്നയിച്ച ഒരു വാദം ഈ പരാതിക്കാരിയുമായി ഉണ്ടായിരുന്ന ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം മാത്രമാണെന്നായിരുന്നു. അല്ലാതെ ലൈംഗികമായി പീഡിപ്പിക്കുകയോ മറ്റു ഉപദ്രവങ്ങളോ ബലാത്സംഗമോ നടന്നിട്ടില്ല എന്നൊരു വാദമായിരുന്നു നേരത്തെ ഉന്നയിച്ചത്. അത് സാധൂകരിക്കുന്ന തെളിവായിട്ടാണ്, അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന ശബ്ദരേഖയായിട്ടാണ് ഇപ്പോൾ പുതിയ തെളിവായിട്ട് ഹാജരാക്കിയിരിക്കുന്നത്. അതായത് ഈ ശബ്ദരേഖയിൽ നിന്ന് തന്നെ മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ളത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്ന് തെളിയിക്കാൻ സാധിക്കുമെന്നാണ് പ്രതിഭാഗത്തിന്റെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ആ ശബ്ദരേഖ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കേസിൽ അന്തിമ വിധി പ്രഖ്യാപനം ഉണ്ടാവുക. നേരത്തെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകളും യുവതിയുടെ ഓൺലൈൻ മൊഴിയൊക്കെ തന്നെ ഈ കേസിൽ നേരത്തെ കോടതി വാദം കേട്ടതാണ്. അതിനുശേഷം പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകളും അതുപോലെ തന്നെ പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങളിലും വാദം പൂർത്തിയായതാണ്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പുതിയതായ ഒരു ശബ്ദരേഖ കൂടി ഹാജരാക്കിയിരിക്കുന്നത്. അതിന്മേലാണ് ഇനി വാദം. അത് ഇനി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ശബ്ദരേഖയിൽ പറയുന്ന പരാതിക്കാരിയുടെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ശബ്ദരേഖ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് വ്യാജമായി കെട്ടിച്ചമച്ചതാണോ എന്ന് നോക്കേണ്ടതുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി 27-ാം തീയതി ആയിരിക്കും ഈ കേസ്, അല്ലെങ്കിൽ 28-ാം തീയതി ആയിരിക്കും കേസിൽ അന്തിമമായി വിധി വരാൻ പോകുന്നത്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് തന്നെ ഫോണുകളൊന്നും തന്നെ പോലീസിനെ ഹാജരാക്കാൻ അല്ലെങ്കിൽ പോലീസിന് കൊടുക്കാൻ രാഹുൽ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. അത്തരത്തിൽ തന്റെ ഫോണും അതുപോലെ തന്നെ താൻ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്റെ പക്കൽ തെളിവുണ്ട് എന്നുള്ള ഒരു ധൈര്യം തന്നെയായിരുന്നു തുടക്കം മുതൽ ഈ ഒരു കേസിൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നെന്ന് വേണം കരുതാൻ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴായാലും ഇത്രയും പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും ഒരു ചെറു പുഞ്ചിരി മാത്രമായിരുന്നു മാങ്കൂട്ടത്തിന്റെ മുഖത്തുണ്ടായിരുന്നത്. അതിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ഊരിപ്പോരാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നതായി നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അത്തരത്തിൽ തന്റെ അല്ലെങ്കിൽ തനിക്ക് ഈ കേസുമായി ബന്ധമില്ല, അല്ലെങ്കിൽ ഇതൊരു ലൈംഗികാതിക്രമ കേസല്ല, അല്ലെങ്കിൽ ബലാത്സംഗ കേസല്ല എന്ന് ഉറപ്പിക്കുന്ന മറ്റുള്ളൊരു തെളിവ് തന്നെയാണ് ഇപ്പോൾ പ്രതിഭാഗം ഹാജരാക്കിയിരിക്കുന്നത്. ഇനി എന്തായാലും ആ ശബ്ദരേഖയിൽ കൂടുതൽ വാദങ്ങൾ നടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. പ്രോസിക്യൂഷൻ ഈ ശബ്ദരേഖ കേൾക്കേണ്ടതുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നടക്കേണ്ടതുണ്ട്. ഇനി ആ നടപടികൾക്കൊക്കെ ശേഷമായിരിക്കും അന്തിമമായ ഒരു വിധി വരിക. എന്തായാലും 28-ന് അന്തിമമായ വിധി പ്രസ്താവിക്കുമെന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. 26 റിപ്പബ്ലിക് ഡേ ആണ്. 27-ന് ശേഷം 28-ന് കേസ് വീണ്ടും പരിഗണിക്കും. അന്ന് തന്നെ വിധി വരുമെന്നാണ് തന്നെയാണ് ഇന്ന് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മാങ്കൂട്ടത്തിലേറെ നിർണായകമായ ഒരു കേസ് തന്നെയാണ്. 1, 2, 3 ബലാത്സംഗ കേസ് വരുന്നു. അതിൽ SIT കൂടുതൽ കരുക്കൾ നീക്കി മുന്നോട്ട് പോയ ഒരു കേസ്. നിലവിൽ ഈ കേസിൽ പ്രതിഭാഗം ഒരു ശബ്ദരേഖ ഹാജരാക്കുമ്പോഴും SIT റിമാൻഡ് കാലാവധി നീട്ടാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി നടക്കുന്നുണ്ട്. റിമാൻഡ് കാലാവധി നീട്ടാൻ ആവശ്യമായ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കോടതിക്ക് മുമ്പാകെ. അങ്ങനെയാണെങ്കിൽ മാങ്കൂട്ടത്തിലിനെ കൂടുതൽ ദിവസത്തിലേക്ക് റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും 28-ന് കേസിൽ വിധി വരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ദീപ്തി, ശ്രീരഞ്ജിൽ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 3ാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജനുവരി 28-ന് വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. പ്രതിഭാഗം പുതിയ ശബ്ദരേഖയടക്കം പുതിയ തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസിൽ വിധി പറയാനായി, ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയാനായി ജനുവരി 28-ലേക്ക് മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാഹുലിന്റെ റിമാൻഡ് നീട്ടാനായി പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷയും നൽകിയിട്ടുണ്ട്. പ്രതിഭാഗം പുതിയ ശബ്ദരേഖ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ശബ്ദരേഖ എന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതേസമയം ഈ ഒരു ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. പുതിയ തെളിവ് വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്തിമ തീരുമാനം, ഈ ഒരു വിധിയിൽ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനം എടുക്കാനായി നീട്ടിയത്. ജനുവരി 28-നാണ് ഈ ഒരു കേസിൽ വിധി പറയുക. പുതിയ തെളിവിന്റെ ആധികാരികതയും പശ്ചാത്തലവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷ, 3ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി വിധി പറയാൻ ജനുവരി 28-ലേക്ക് മാറ്റിയിരിക്കുന്നത്. ബലാത്സംഗമല്ല നടന്നത്, ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നത് എന്നാണ് ജില്ലാ കോടതിയിലും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. ഇത് സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. ഒരു ശബ്ദരേഖ, പുതിയ ശബ്ദരേഖ അടക്കം ഹാജരാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രഞ്ജിൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.